ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പപ്പട ചമ്മന്തിയാണ്. പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തി. അതിനായിട്ട് ഞാനിവിടെ ഒരു 6-7 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു 7-8 ഉണക്കമുളക് എരിവനുസരിച്ച് എടുക്കുക, കുറച്ച് വാളംപുളി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് പപ്പടം വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി പപ്പടം എല്ലാം വറുത്ത് മാറ്റി വയ്ക്കണം. അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഉണക്കമുളകും വറുക്കണം. ഉണക്കമുളക് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടിയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഉണക്കമുളക് വാട്ടിയെടുത്ത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ രുചി. അപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ചുവന്നുള്ളി വാട്ടിയെടുക്കണം. അപ്പോൾ ചുവന്നുള്ളി ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ഉണക്കമുളകും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഒരുപാട് നേരം വെക്കണ്ട, കരിഞ്ഞു പോവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി അരയ്ക്കണം. അതിനു മുമ്പായിട്ട് ഈ പപ്പടം ഒന്ന് പൊടിച്ചെടുക്കാം. പപ്പടം നന്നായിട്ട് പൊടിച്ചെടുക്കുക. പപ്പടം ഒന്നുകിൽ മുഴുവനായിട്ട് വറുക്കുക, അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്തെടുക്കുക. എങ്ങനെ വറുത്താലും ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. പപ്പടം എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരയ്ക്കാം. ചെറിയുള്ളിയും ഉപ്പ്, വാളംപുളി, പിന്നെ ഈ ഉണക്കമുളക്, ഇതെല്ലാം ആദ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പപ്പടം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരയ്ക്കാം. പേസ്റ്റ് ആവാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പപ്പടം കൂടി ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പോൾ ഈ തേങ്ങ കൂടി ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പട ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.